സഹോദരങ്ങൾ, നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ഒരുപാട് ആളുകൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമായി ആ പരീക്ഷണങ്ങളിൽ നമുക്കെടുത്ത് നോക്കാൻ കഴിയുന്നത് പ്രവാചകൻ്റെ ജീവിതമാണ്. കാരണം എന്താ? മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺമക്കളാണ്, അബ്ദുള്ളയും ഇബ്രാഹിമും ഖാസിമും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ 2 മക്കൾ എന്ത് ചെയ്തു? ആൺമക്കൾ മരണപ്പെട്ടു. ഖദീജയിലാണ് ഖാസിമും അബ്ദുള്ളയും ഉണ്ടായത്. അവർ മുലകുടിപ്രായം കഴിയുന്നതിന് മുമ്പേ, 2 വയസ്സ് തികയുന്നതിന് മുമ്പേ ഖാസിമും മരിച്ചു, അബ്ദുള്ളയും മരിച്ചു. പ്രവാചകൻ ആൺമക്കളില്ല. ജനങ്ങളൊക്കെ പ്രവാചകനെ കളിയാക്കി. വാലറ്റുപോയവനെന്ന് പ്രവാചകൻ എന്ത് ചെയ്തു? പരിഹസിച്ചു. അപ്പോഴാണ് സൂറത്തുൽ കൗസർ അവതരിച്ചത്. പ്രവാചകന്റെ അയൽവാസി അബൂലഹബ് മക്കയിൽ സന്തോഷവാർത്തയായി കൊണ്ടു നടന്നു എന്നാണ്. പ്രവാചകന്റെ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ പ്രവാചകന് എത്ര ദുഃഖമുണ്ടാകും. പ്രവാചകൻ മദീനയിലെത്തി. മാരിയത്തുൽ ഖിബ്തി എന്ന പ്രവാചകന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് മാരിയത്തുൽ ഖിബ്തി. മുഖൗക്കിസ് രാജാവ് കൊടുത്തയച്ചൊരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയിൽ പ്രവാചകൻ എന്തുണ്ടായി? ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുണ്ടായി. ഇബ്രാഹിം എന്ന കുട്ടി 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ഇബ്രാഹിമിൻ്റെ മരണത്തിൽ പ്രവാചകൻ അങ്ങേറ്റം ദുഃഖിച്ചു എന്നാണ്. പ്രവാചകന്റെ കരച്ചിൽ കണ്ട് സ്വഹാബികൾ നബിയുടെ വന്ന് ചോദിച്ചു എന്നാണ്, റസൂലേ, താങ്കളൊരു പ്രവാചകരല്ലയോ? വല്ലാത്ത ചോദ്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? എൻ്റെ കണ്ണുകൾ നനയും, എൻ്റെ ചുണ്ടുകൾ വിതുമ്പും, അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഞാൻ എന്ത് ചെയ്യൂല, പറയൂല. അപ്പം 3 ആൺമക്കളും 2 വയസ്സ് തികയുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയി. ചെറിയ കുട്ടികൾ മരണപ്പെട്ടവർക്ക് ഓർക്കാൻ കഴിയുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഴിഞ്ഞില്ല. പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ മകൾ റുഖിയ ആദ്യം മരണപ്പെട്ടു, സൈനബ് മരണപ്പെട്ടു, അതേപോലെ ഉമ്മു കുൽസും മരണപ്പെട്ടു. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ 7 മക്കളിൽ ഒരാൾ മാത്രമാണ്. ആരാണത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ മരണപ്പെട്ട 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ എന്ത് ചെയ്തു? മരണപ്പെട്ടു. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ട ഒരു പരീക്ഷണാണ് വനഖ്സിം മിനൽ അൻഫുസ്. അപ്പം ആ വിഷയത്തിൽ നമുക്ക് ആരിലേക്ക് നോക്കിയാൽ സമാധാനം കിട്ടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ സമാധാനം കിട്ടും.